വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമ തുടക്കത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അടുത്തിടെ നൽകിയ അഭിമുഖങ്ങൾക്കിടയിൽ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? മുവായ് തായ് എന്നായിരുന്നു അത്. തന്റെ ശരീരഭാരം കുറയ്ക്കാനും ഫിറ്റായിരിക്കാനും തന്നെ സഹായിച്ചത് മുവായ് തായ് ആണെന്നാണ് വിസ്മയ പറഞ്ഞത്. ഈ മുവായ് തായ് അത്രയ്ക്ക് വലിയ സംഭവമാണോ? നമ്മുടെ കളരിയൊക്കെ പോലെ ഒരു കായിക വിനോദമാണ് മുവായ് തായ്. തായ് ബോക്സിംഗ് എന്നർത്ഥം വരുന്ന മുവായ് തായ് തായ്ലൻഡിന്റെ ദേശീയ കായിക വിനോദമാണ്. മുവായി എന്നാൽ തായ് ഭാഷയിൽ ബോക്സിംഗ് എന്നാണ് അർത്ഥം. 13ാം നൂറ്റാണ്ടിലെ സുഖോത്തായ് സാമ്രാജ്യകാലത്ത് സൈനിക ആവശ്യങ്ങൾക്കായാണ് ഈ ആയോധന കല തായ്ലൻഡിൽ വളരുന്നത്. 2 മുഷ്ടി, 2 കൈമുട്ട്, 2 കാൽമുട്ട്, കാലുകൾ എന്നിങ്ങനെ ശരീരത്തിന്റെ 8 അവയവങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മുവായ് തായ് 8 അവയവങ്ങളുടെ കല എന്നും അറിയപ്പെടുന്നു. ഇന്ന് തായ്ലൻഡിൽ മാത്രമല്ല, ലോകമെമ്പാടും മുവായ് തായ് പരിശീലിക്കപ്പെടുകയും മത്സരങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. മുവായ് തായിയുടെ നീക്കങ്ങളെ പ്രധാനമായും ആക്രമണം, പ്രതിരോധം, പ്രത്യാക്രമണം എന്നിങ്ങനെ തരംതിരിക്കാം. മുവായ് തായിൽ പ്രാവീണ്യം നേടുന്നതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. നിൽപ്പ് അടിസ്ഥാനമാക്കിയുള്ള ചലനങ്ങൾ പഠിച്ചുകൊണ്ടാണ് മുവായ് തായ് പരിശീലനം ആരംഭിക്കുന്നത്. താടി അല്പം ഉള്ളിലേക്ക് ഒതുക്കി പിടിച്ച് ശരീരം നിവർത്തിയും തല സംരക്ഷിക്കുന്നതിനായി കൈകൾ ഗാർഡ് പൊസിഷനിലും പാദങ്ങൾ ഏകദേശം തോളുകളുടെ വീതിയിൽ അകറ്റിയും വെക്കും. വലതു കൈ ഉപയോഗിക്കുന്നവർ ഇടതുപാദം അല്പം മുന്നിലായും വലതുപാദം ഏകദേശം 45 ഡിഗ്രി പുറത്തേക്കും തിരിച്ചും വെക്കും. ഇടതു കൈ ഉപയോഗിക്കുന്നവർ ഇതിന് വിപരീതമായി വലതുപാദം മുന്നിൽ വെച്ച് നിലയുറപ്പിക്കുന്നു. ഈ നിൽപ്പ് പോരാളിയെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്താനും അനുയോജ്യമായ സമയത്ത് ആക്രമിക്കാനോ പ്രതിരോധിക്കാനോ സജ്ജരാക്കുകയും ചെയ്യുന്നു. ആക്രമണ രീതികളിൽ പഞ്ച്, കൈമുട്ടുകൊണ്ടുള്ള പ്രഹരം, കാൽമുട്ടുകൊണ്ടുള്ള പ്രഹരം, കിക്കുകൾ, പുഷ് കിക്കുകൾ, ക്ലിഞ്ച് എന്നിവ ഉൾപ്പെടുന്നു. പ്രതിരോധ രീതികളിൽ ബ്ലോക്കുകൾ, പിന്നിലേക്ക് ചാരി നിൽക്കൽ, പ്രഹരത്തിന്റെ ദിശ മാറ്റൽ, കാലുകൾ പിടിച്ചെടുക്കൽ, ഒഴിഞ്ഞുമാറൽ എന്നിവയും ഉൾപ്പെടുന്നു. ആക്രമണത്തിനോ പ്രത്യാക്രമണത്തിനോ ഉപയോഗിക്കാവുന്ന കോംബോകൾ, അതായത് വിവിധ നീക്കങ്ങളുടെ സംയോജനം രൂപപ്പെടുത്തുന്നതിനായി ഈ നീക്കങ്ങളെ പരസ്പരം സംയോജിപ്പിക്കാറുണ്ട്. ജാബ്, ക്രോസ്, ലോ കിക്ക് എന്നത് സാധാരണയായി പഠിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കോംബോയ്ക്ക് ഉദാഹരണമാണ്. മുവായ് തായ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അത് ചില്ലറയൊന്നുമല്ലെന്നേ. ഇത്തിരി കഷ്ടപ്പെട്ടാൽ എന്താ, ജീവിതം നൈസായി കൊണ്ടുപോകാനുള്ളതൊക്കെ മുവായ് തായ് പരിശീലനം കൊണ്ട് ലഭിക്കും. ശരീരത്തിലെ അധിക കലോറി എരിച്ചു കളയുന്നു എന്നതാണ് പ്രധാനം. ആക്രമണത്തിനും പ്രതിരോധത്തിനുമുള്ള അഭ്യാസങ്ങൾ മുവായ് തായിൽ അടങ്ങിയിട്ടുണ്ട്. സൈനിക യുദ്ധമുറകളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു പോരാട്ട കലയായതിനാൽ ശത്രുവിന് വേദനയും പരിക്കും ഏൽപ്പിക്കുവാനും സ്വയം ശാരീരിക ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. മുവായ് തായ് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും ശക്തിപ്പെടുത്തുന്നു. പ്രതിസന്ധികൾ നേരിടുമ്പോൾ തളരാതെ മുന്നോട്ടു പോകാനുള്ള മനസാന്നിധ്യം കൂടി ഇത് നൽകുന്നു. സ്ഥിര പരിശീലനത്തിലൂടെ ആത്മവിശ്വാസം നൽകുന്ന ശരീരഘടനയും മുവായ് തായിയുടെ ഫലമാണ്. ഓരോ മുവായ് തായ് പരിശീലനത്തിലൂടെയും എൻഡോർഫിൻ ഉൽപാദനം വർദ്ധിക്കുന്നതിലൂടെ ഉന്മേഷവും സന്തോഷവും കൂടുതലായി അനുഭവിക്കാൻ സാധിക്കും. 13ാം നൂറ്റാണ്ടിലാണ് മുവായ് തായ് എന്ന ആയോധന കലയുടെ ഉദ്ഭവം. പരമ്പരാഗത തായ് ആയോധന കലയായ മുവായ് ബോറനിൽ നിന്നുള്ള ഘടകങ്ങളും ചേർന്നുള്ള ആധുനിക പോരാട്ട കായിക ഇനമായി മുവായ് തായ് പ്രചാരം ആരംഭിച്ചത് 20ാം നൂറ്റാണ്ടിന് തുടക്കത്തിലാണ്. ബ്രിട്ടീഷ് ബോക്സിംഗും ഈ കായിക ഇനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുമായും ഗോത്രങ്ങളുമായും നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യുദ്ധങ്ങൾക്കിടയിൽ തായ്ലൻഡിന്റെ ജീവിതശൈലിയുടെ ഭാഗമായി മുവായ് തായ് മാറി. എല്ലാ വർഷവും മാർച്ച് 17-ന് തായ്ലൻഡിൽ മുവായ് തായ് ദിനമായി ആഘോഷിക്കുന്നു.